ശാരീരിക സൗഖ്യമില്ലെങ്കിൽ നമ്മെ ആർക്കും വേണ്ടി വരില്ല എന്നുള്ളൊരു സത്യമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി വിടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആരോഗ്യമുള്ളവർ കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ് എന്നതിൽ തർക്കം കൂടിയവരാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിടുന്നതെങ്കിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച് സ്വീകരിക്കപ്പെട്ട പലരും പല രംഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നത് നമ്മൾ സർവ്വസാധാരണയായി കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാം ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഫലം തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ജോലി നിർവഹിക്കാൻ നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം നിർവഹിക്കാനും നമുക്ക് ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. ആഫിയത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനവും ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്തരം ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം, വ്യായാമം നടത്തണം. അതിൻ്റെ പുറമെ നമ്മൾ ആഫിയത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിരന്തരമായി നമ്മളെ ആഫിയത്തിന് വേണ്ടിയിട്ട്, സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഭൗതികമായ രീതികൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പുറമെയാണ് ആത്മീയ രീതിയെ സംബന്ധിച്ച് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും റസൂൽ പ്രാർത്ഥിച്ചതുമായ ചില പ്രാർത്ഥനകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പടച്ചവനെ, അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യം തരണേ എന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. റസൂലിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് എൻ്റെ മതത്തിൽ, എൻ്റെ ദീനിൽ ആഫിയത്തോടുകൂടി സൗഖ്യത്തോടുകൂടി നിലകൊള്ളാൻ വേണ്ടിയാണ്. എനിക്ക് ദുനിയാവിൽ സൗഖ്യത്തോടുകൂടി ജീവിക്കണം, അതിനു വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിന് സൗഖ്യം നൽകണം, എൻ്റെ സമ്പത്തിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അത് പരിപാലിക്കാൻ വേണ്ടിയിട്ട്, അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള സൗഖ്യം നീ എനിക്ക് തരണം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാത്രവുമല്ല, നമ്മൾ ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് നീ സൗഖ്യം തരണേ, ആഫിയത്ത് നൽകണേ. വആഫിനി ഫി സംഇ. എൻ്റെ കണ്ണിന് കാഴ്ച തരണേ, അതിന് നീ സൗഖ്യം തരണേ. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി. എൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത. നീ അല്ലാതെ ഒരു ആരാധ്യനല്ല എന്ന് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ഇങ്ങനെ വിശ്വാസികളായ ആൾക്കാർ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അനുഭവിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു സംതൃപ്തിയും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. റാഹത്ത് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിന്റെ ആകെ ഘടനകൾ തകർന്നു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, റാഹത്ത് നിലനിർത്തണം, സംതൃപ്തി നിലനിർത്തണം.